അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. പിന്നെ ഇത് അത്ര ക്യൂട്ടും അങ്ങനെയൊന്നും ആക്കിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും പറ്റിയ രീതിയിലുള്ളൊരു മോഡലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 2 ലേസ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ കളറും അതുപോലെ റെഡ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും എൻ്റെ ID കാർഡിൻ്റെ അവിടെ വരുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു പോളിസ്റ്റർ പോലത്തതാണിത്. ഞങ്ങൾക്ക് പരമാവധി പോളിസ്റ്റർ ആയിരിക്കും നല്ലത്. അപ്പോൾ അതില്ലെങ്കിൽ കോട്ടൻ്റെ ക്ലോത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതന്നെ വേണമെന്നൊന്നുമില്ല. പഴയ ID കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാൻ നോക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനധികം മെഷർമെൻ്റ് ഒന്നും നോക്കാത്തതുകൊണ്ട് അധികം മെഷർമെൻ്റ് ഒന്നും നോക്കാണ്ട് നമ്മളുടെ ആ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് അളവിലാക്കിയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അങ്ങനിതാ നമ്മൾ നേരത്തെ റെഡ് ലേസില്ല അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെലോ ടാപ്പിൻ്റെ ആവശ്യമാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സെലോ ടാപ്പ് കുറച്ച് വലുതെടുക്കാൻ നോക്കുക, ഈ ഒരു സൈസിലുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റിക്കറൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് തന്നെ ഇതെന്ത് ചെയ്യുക, അതുപോലെ അതിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ച ലേസില്ലേ അത് മുകളിൽ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക വെച്ച് കൊടുക്കാം. ഇനി അങ്ങനെ കുറച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ഇതുപോലെ സെലോ ടേപ്പിൻ്റെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഇതുപോലെ വെട്ടിയിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട്. നമ്മൾ എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിൽ തന്നെ. ബട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വെട്ടിയെടുക്കുന്ന ആ ഒരു ഭാഗം എന്താണ്, നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോൾ ഒരു ഗ്യാപ്പ് വിട്ടിട്ടല്ലേ വെട്ടിയെടുക്കുക. ബട്ട് നമ്മളിത് അങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യുക, സൈഡൊക്കെ നന്നായിട്ട് വെട്ടിയെടുക്കാം. അതായത് മറ്റേ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന പോലെ വെട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെട്ടിയൊക്കെ കൊടുക്കാം. ഇതേ നമ്മൾ മുൻഭാഗം ഇല്ലേ നമ്മൾ ഒട്ടിക്കേണ്ട ഭാഗം, ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ വെട്ടിയിട്ട് ചെയ്യാം. അപ്പോൾ മനസ്സിലായെന്ന് അടുത്തുന്നു. അപ്പോൾ നമ്മളിത് അതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്തുള്ളത് നമ്മളിതുപോലെ കട്ട് ചെയ്താളി ആ ഒരു സെലോ ടാപ്പ്. പിന്നെ ഒരു മുൻഭാഗത്തുള്ള ആ സെലോ ടാപ്പ് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. പിന്നെ സൈഡിലുള്ളതൊക്കെ നമ്മൾ വെട്ടിക്കളയാം. ഒരു സൈഡ് മാത്രമാണ് നമ്മൾ സെലോ ടാപ്പ് അതുപോലെ തന്നെ വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മളുടെ ഒരു നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് വർക്ക് ആവുന്നുണ്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനത് ആ ബുക്ക് എടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലോണം വർക്കായിട്ടുണ്ടായിരുന്നു ചെയ്തപ്പോൾ. നമ്മളിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ഞാൻ ചെയ്യുന്നത് പോലെ. അതായത് ആ ഒരു മുൻഭാഗം നമ്മളിതുപോലെ ഒട്ടിച്ചിട്ട് നമുക്കിതുപോലെ മടക്കിയാൽ അത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. നന്നായിട്ട് വർക്കായിട്ടുണ്ടായിരുന്നു.